ഒരു സമയത്ത് നമ്മൾ കാറിൽ സഞ്ചരിക്കുമ്പോഴും റേഡിയോയിലും അല്ലെങ്കിൽ CD പ്ലെയേഴ്സിലൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഒരുപക്ഷെ മലയാളമല്ലാത്ത പോപ്പ് മ്യൂസിക് ഒക്കെ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ മലയാളത്തിലും പുതിയ ഓൾട്ടർനേറ്റീവ് മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ നടക്കുന്ന സമയമാണ്. ഒരുപാട് ബാൻഡ്സും ഒരുപാട് അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നു. ഞങ്ങളും ഒരു സമയത്ത് ഒരു ഡൗൺ ടു എർത്ത് എന്നുള്ള പേരിലൊരു മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചിരുന്നു. അതിൽ ഞങ്ങൾ ചെയ്ത പാട്ടുകൾ ഒരു സമയത്ത് മ്യൂസിക് മോജോയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സിനിമയിൽ വളരെ പോപ്പുലറായിട്ടുള്ള പാട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ട്രൂ ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് മ്യൂസിക്കിലൂടെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു വേദിയായിട്ട് മ്യൂസിക് മോജോ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ ഓൾട്ടർനേറ്റീവ് മ്യൂസിക്കിനുള്ള പുതിയ സ്പേസുകളും ഒക്കെ നമുക്ക് കിട്ടുന്നു. പാട്ടുകൾ കേവലം സിംഗറിൻ്റെയോ അല്ലെങ്കിൽ മ്യൂസീഷ്യൻ്റെയോ ഒക്കെ ഉള്ളതല്ലാതെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുന്നണിയിലും പിന്നണിയിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു എഫേർട്ടാണ് പാട്ടുകൾ എന്ന് പുതിയ ഇത്തരം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ നമ്മളെ സഹായിക്കുന്നു അറിയാനായിട്ട്. ഇപ്പോൾ ഈ പാട്ട് പാടുന്നത് ഇവർ 3 പേരുമാണ്. ശ്വേത, ശാന്തി, സൗമ്യ. ശ്വേത ഉസ്താദ് ഫയാസ് ഖാൻ സാഹിബിൻ്റെ ശിഷ്യയാണ്. ഇവരെല്ലാവരും സിനിമയിലും അല്ലാതെയും ഒക്കെ പോപ്പുലറായിട്ടുള്ള പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കൂടാതെ ഒരുപാട് ഇൻസ്ട്രുമെൻ്റലിസ്റ്റുകളും മ്യൂസീഷ്യൻസും എന്നോടൊപ്പം ഡൗൺ ടു എർത്തിൽ പങ്കെടുക്കുന്നു.